ഫിസിയോതെറാപ്പിക്ക് എത്തുന്നവർക്ക് ഇനി റോബോട്ടിന്റെ സേവനവും ലഭ്യമാകും. അതൊരു സർക്കാർ ആശുപത്രിയിലാണ് കേട്ടോ. വയനാട്ടിലെ നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് റൈമോ എന്ന് പേരിട്ടിരിക്കുന്ന റോബോട്ടിക് മൊബിലിറ്റി ട്രെയിനർ ഉപയോഗിച്ച് തെറാപ്പി ചെയ്യുന്നത്. ഒരു സർക്കാർ ആതുരാലയം ഇങ്ങനെയൊക്കെ മാറുമോ? നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആദ്യമായി എത്തുന്ന ആരും ചോദിച്ചു പോകും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ കാര്യങ്ങളിലും മാതൃകയാണ് ഈ സർക്കാർ ആശുപത്രി. ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ഫിസിയോതെറാപ്പി സെന്ററും ആശുപത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ഇവിടെയാണ് റൈമോ എന്ന റോബോട്ടിക് ഉപകരണത്തിന്റെ സേവനം ലഭിക്കുന്നത്. സന്ധികളുടെ പ്രവർത്തനം സുഗമമാക്കാനാണ് ഈ ഉപകരണം പ്രധാനമായും ഉപയോഗിക്കുന്നത്. 20ഓളം എക്സസൈസുകളും 15ഓളം ഗെയിമുകളും ഇതിലുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ സർജറി അറിയുന്ന കേസിൽ അല്ലെങ്കിൽ ഒരു PTS എൽബോ റിസ്റ്റ് അങ്ങനെ വരുന്ന കേസുകളിൽ റേഞ്ച് കുറവായിരിക്കും. അതായത് ജോയിന്റ് മൊബിലിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു പേഷ്യന്റ് ഒരു 3 വീക്സ് കാസ്റ്റ് ഇട്ട് നിൽക്കുവാണെങ്കിൽ അവരുടെ ജോയിന്റ് എന്ത് ചെയ്യും, മൊബിലിറ്റി കുറയും. അത് അത്രയും സ്റ്റിഫായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെഷീനിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആക്റ്റീവായിട്ടും ആക്റ്റീവ് അസിസ്റ്റഡ് ആയിട്ടും പാസീവായിട്ടും പിന്നെ റെസിസ്റ്റന്റ് ട്രെയിനിങ്ങുമായിട്ട് നമുക്ക് പേഷ്യന്റിന് കൊടുത്ത് റേഞ്ച് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. മെയിനായിട്ട് മൊബിലിറ്റി ട്രെയിനറാണ്. രാഹുൽ ഗാന്ധി MP അനുവദിച്ച 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി സർക്കാർ ആശുപത്രിയിൽ റോബോട്ടിക് തെറാപ്പി തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി MP-യാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. രാജ്യത്തെ മികച്ച ആരോഗ്യ കേന്ദ്രത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ആശുപത്രിയാണ് നൂൽപ്പുഴയിലേത്. ദിവസവും 100-ലധികം ആളുകളാണ് ഫിസിയോതെറാപ്പിക്ക് മാത്രമായി ഇവിടെ എത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, റൈമോ എന്തായാലും അടിപൊളി. ഇപ്പോൾ ഈ ഫിസിയോതെറാപ്പിക്കായിട്ട് ആശുപത്രിയിൽ എത്തുന്നവർ നോക്കിയാലും അതെ, നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു റോബോട്ടാണ് എന്നറിയുമ്പോൾ അവർക്കതൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ പറയൂ റൈമോയുടെ വിശേഷങ്ങൾ. നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം അതൊരു ലോകം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു സർക്കാർ ആശുപത്രി തന്നെയാണോ എന്ന് നമ്മൾ ആ സ്റ്റോറി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സർക്കാർ ആശുപത്രി തന്നെയാണോ എന്ന് സംശയിച്ചു പോകും. കാരണം അത്രയധികം മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തന്നെ അതിന് അംഗീകാരമൊക്കെ നൽകിയതാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ആശുപത്രിയാണ്. അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദാഹിർ മുഹമ്മദ്, അദ്ദേഹമാണ് ഈ മാറ്റങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. ഒരുപാട് CSR ഫണ്ടൊക്കെ കൊണ്ടുവന്നാണ് പല കാര്യങ്ങളും ഈ ആശുപത്രിയിൽ ചെയ്തത്. അദ്ദേഹത്തെ ഇത്തവണ സംസ്ഥാന സർക്കാർ മേഖലയിലെ മികച്ച ഡോക്ടറായി ഈ വർഷം തെരഞ്ഞെടുത്തിരുന്നു. ഈ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായിരുന്നു അത്. അവിടുത്തെ ഫിസിയോതെറാപ്പി യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വാർത്ത ചെയ്തിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സ്വകാര്യ മേഖലയിൽ പോലും അത്രയും നല്ലൊരു ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അത്രയധികം ആധുനിക യന്ത്രസാമഗ്രികളൊക്കെയാണ് അവിടെയുള്ളത്. ഈ യൂണിറ്റും CSR ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ആ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. അവിടെ ഈ റോബോട്ടിക് സഹായത്തോടെ എക്സസൈസുകൾ ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട്. അത് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ റോബോട്ടിക് സഹായത്തോടെ ഈ എക്സസൈസുകളും ഗെയിമുകളുടെയൊക്കെ സഹായത്തോടെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന യൂണിറ്റ് നിലവിൽ വരുന്നത്. വളരെ ആയാസരഹിതമായി ഫിസിയോതെറാപ്പി ചെയ്യാൻ എത്തുന്നവർക്ക് ഈ എക്സസൈസുകൾ ചെയ്യാൻ കഴിയുന്ന സഹായമാണ് ഈ യൂണിറ്റ് നൽകുന്നത്. അത് ഗെയിമുകളുടെയൊക്കെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി MP നിർവഹിച്ചു. രാഹുൽ ഗാന്ധി MP-യുടെ MP ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സംവിധാനം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരുപാട് സംവിധാനങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി MP-യുടെ തന്നെ വാഹനം അത് 2 തവണയായി ഇത്തവണയും വാഹനം നൽകുകയുണ്ടായി. അത് പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ് നൂൽപ്പുഴ. അതുകൊണ്ട് തന്നെ ആദിവാസി മേഖലയിൽ നിന്നുള്ള രോഗികളെ പോയി ചികിത്സിക്കാനും അവർക്ക് ആശുപത്രിയിലേക്ക് എത്താനുമൊക്കെയുള്ള സംവിധാനങ്ങളാണ്. 4-വീൽ ജീപ്പ് നേരത്തെ തന്നെ ഉണ്ട്. അതുപോലെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ, രോഗികൾക്ക് ആശുപത്രിയിൽ എത്താനുള്ള ഇലക്ട്രിക് ഓട്ടോറിക്ഷയുണ്ട്. ആദിവാസി മേഖലയിലെ അമ്മമാർക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ നേരത്തെ തന്നെ വന്ന് താമസിച്ച് 7-ാം മാസത്തിലേക്ക് വന്ന് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ്, അത്തരത്തിൽ പ്രസവ രക്ഷാ സംവിധാനങ്ങളൊക്കെ നൽകാനുള്ള സംവിധാനമൊക്കെ ഈ ആശുപത്രിയിലുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ വയനാട്ടിൽ പലരും യാത്രയൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ വരുന്നവർ ഈ ആരോഗ്യ കേന്ദ്രം കൂടി ഒന്ന് കാണണം. ഫിസിയോതെറാപ്പി ചെയ്യുന്ന റൈമോ എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. ഒരു സർക്കാർ ആശുപത്രിയിലാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം.